സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ വിടുതലായി രക്ഷയായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. ജീവിതത്തോണിയിൽ അമരത്തേരിക്കുവാൻ ജീവന്റെ നാഥനാം യേശുവുണ്ടെങ്കിൽ ആഴിനോളങ്ങൾ സാരമില്ല, തീരത്തണച്ചിടും ആ നല്ല നാഥൻ. ആഴിനോളങ്ങൾ സാരമില്ല, തീരത്തണച്ചിടും ആ നല്ല നാഥൻ. കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിക്കുകയും ഈ ചെറുവഞ്ചിയിൽ ആഴിമീതെ നാലാം യാമത്തിലും നടന്നിടും പ്രിയനിൻ അരികെ വരും. ആഴിമീതെ നാലാം യാമത്തിലും നടന്നിടും പ്രിയനിൻ അരികെ വരും. ഭാരങ്ങളേറിടും വേളയിൽ താണിടാതെ താങ്ങിടും കരങ്ങളിൽ. ഭാരങ്ങളേറിടും വേളയിൽ താണിടാതെ താങ്ങിടും കരങ്ങളിൽ. തുണയും നേരം തുണയായി നിൽക്കും, തളരും കൈകളിൽ ബലം പകർന്നിടും. തുണയും നേരം തുണയായി നിൽക്കും, തളരും കൈകളിൽ ബലം പകർന്നിടും. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. സത്യം സത്യമാ. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷാ കാലത്ത് ഒരു തളർവാദ രോഗിയോട് യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞതായി മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് കർത്താവ് തളർവാദ രോഗിയോട് പറഞ്ഞതായി വായിക്കുന്നു. എന്തുകൊണ്ടാണ് ആ മനുഷ്യനോട് കർത്താവ് അങ്ങനെ പറഞ്ഞത്? മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, സാധാരണ നിലയിൽ ലോകത്തിലുള്ളവർ വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് നൽകുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിളിന് നൽകുവാനുള്ള ഉത്തരം, മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഏറ്റവും വലിയ ആവശ്യം അവന് പാപമോചനം ലഭിക്കുക എന്നുള്ളതാണ്. വിശക്കുന്ന മനുഷ്യന് വേണ്ടത് ആഹാരമാണെന്ന് നമുക്കറിയാം. രോഗിയായ മനുഷ്യന് വേണ്ടത് ആരോഗ്യമാണെന്ന് നമുക്കറിയാം. അപകടത്തിൽപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടത് ആ അപകടത്തിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ പര്യാപ്തരായ ആളുകളെയാണ് വേണ്ടത് എന്ന് നമുക്കറിയാം. ഇതെല്ലാം മനുഷ്യന് ആവശ്യമാണെങ്കിലും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പാപമോചനം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. തൂക്കിക്കൊല്ലുവാനായി വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ മുൻപിൽ
നല്ല ആഹാരം വിളമ്പിയതുകൊണ്ടോ വിശ്രമിക്കാനായിട്ട് അവന് നല്ല AC റൂം നൽകിയതുകൊണ്ടോ അവൻ്റെ പേരിൽ ബാങ്കിൽ ധാരാളം പണം നിക്ഷേപിച്ചതുകൊണ്ടോ യഥാർത്ഥത്തിൽ അവന് സന്തോഷിക്കാനും അവന് സമാധാനത്തോടെ ഉറങ്ങാനും സാധിക്കില്ല. അവനെ സംബന്ധിച്ച് ആവശ്യമായിരിക്കുന്നത് അവനെ ആ തൂക്കിക്കൊല്ലുവാൻ വിധിച്ച വിധിയിൽ നിന്ന് അവനെ സ്വതന്ത്രനാക്കുക, ആ തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കോടതിയിൽ നിന്ന് ലഭിക്കുക, അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കുക എന്നുള്ളതാണ് അവന് സമാധാനവും സന്തോഷവും നൽകുന്നതായിരിക്കുന്ന കാര്യം. അതുപോലെ ദൈവത്തിൻ്റെ മുൻപിൽ കുറ്റക്കാരനും ശിക്ഷായോഗ്യനുമായിരിക്കുന്ന ഒരു പാപിയായ മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് അവൻ്റെ പാപത്തിൽ നിന്നുള്ള മോചനമാണ്, അവൻ്റെ കുറ്റത്തിൽ നിന്നുള്ള വിടുതലാണ്. പാപത്തിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള ശിക്ഷയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് അവന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. തളർവാദ രോഗിയോടും പട്ടണത്തിലെ പാപിനിയായിരിക്കുന്ന സ്ത്രീയോടും അതുപോലെ മറ്റു പലരോടും കർത്താവായ യേശു ക്രിസ്തു മകനെ മകളെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും സമാധാനവും നൽകുന്ന കാര്യം. വിശുദ്ധ ബൈബിളിൽ ദാവീദ് പാപം ക്ഷമിച്ചു കിട്ടിയ മനുഷ്യൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്നാണ് വർണ്ണിക്കുന്നത്. പാപത്തെക്കുറിച്ചും അതിൻ്റെ ശിക്ഷയെക്കുറിച്ചും അറിയാവുന്നവർക്കാണ് വാസ്തവത്തിൽ പാപമോചനത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വലുപ്പവും ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. തളർവാദ രോഗിയുടെ സൗഖ്യത്തേക്കാൾ യേശു അവനെ സംബന്ധിച്ച് വിലമതിച്ചത് അവൻ്റെ പാപത്തിൽ നിന്നുള്ള വിടുതലാണ്, മോചനമാണ്, സൗഖ്യമാണ്. പാപിയായിരിക്കുന്ന മനുഷ്യൻ്റെ അന്ത്യം വിശുദ്ധ ബൈബിൾ പറയുന്നത് നിത്യമായിരിക്കുന്ന നാശമാണ്. ദൈവത്തിൽ നിന്ന് നിത്യമായി അകന്നു പോകുന്ന, നശിച്ചു പോകുന്ന ആ ഒരു ഭാവിയാണ് പാപിയായ മനുഷ്യനെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഭയാനകമായിരിക്കുന്ന ന്യായവിധിയാണ് ഭാവിയിൽ പാപിയായ മനുഷ്യന് ലഭിക്കാനായിട്ട് പോകുന്നത്. നരകവിധിയാണ്. ആ നിലയിൽ വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കേത്രേ, അത് രണ്ടാമത്തെ മരണം എന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് സമ്പൂർണ്ണമായി വേർപെട്ട് നരകത്തിൽ പതിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടാം മരണം. ഇത് മനസ്സിലാക്കുമ്പോഴാണ് മറ്റെല്ലാ പ്രശ്നങ്ങളെക്കാളും അതിൻ്റെ പരിഹാരത്തെക്കാളും ആവശ്യം പാപിയായിരിക്കുന്ന മനുഷ്യന് അവൻ്റെ പാപത്തിൽ നിന്നുള്ള സമ്പൂർണമായ വിടുതലാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് ഗ്രഹിക്കുവാൻ കഴിയുക. ഈ പാപമോചനം നമുക്ക് എങ്ങനെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഈ പാപമോചനം നമുക്ക് എങ്ങനെ ലഭിക്കും? അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം പറയുന്നതായി ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം നേടും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം മൂലം പാപമോചനം നേടും. അതാണ് സകല പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തീയ മാർഗം പാപമോചനത്തിൻ്റെ മാർഗമാണ്. ക്രിസ്തീയ മാർഗത്തെ ഏറ്റവും നിസ്തുല്യമാക്കുന്ന കാര്യം പാപം മോചിക്കുന്ന ഒരു ദൈവത്തെ കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. പുതിയ ആശയങ്ങൾ ആവിഷ്കരിച്ചതുകൊണ്ടല്ല, സാമൂഹികവും സാൻമാർഗികവുമായ തത്വങ്ങൾ പറഞ്ഞതുകൊണ്ടല്ല, വിദ്യാസമ്പന്നരായിരിക്കുന്ന ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞതുകൊണ്ടല്ല ക്രിസ്തീയ മാർഗം ലോകത്തിൽ ശ്രേഷ്ഠമായിരിക്കുന്നത്. അതൊക്കെ ക്രിസ്തീയ മാർഗത്തിൻ്റെ സവിശേഷതകൾ തന്നെയാണ്. എന്നാൽ ക്രിസ്തീയ മാർഗം പാപമോചനത്തിൻ്റെ മാർഗമായതുകൊണ്ടാണ് ലോകത്തിലെ മറ്റെല്ലാ മതങ്ങളിൽ നിന്നും മതമാർഗങ്ങളിൽ നിന്നും ക്രിസ്തീയ മാർഗം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. പാപമോചനത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്ന മാർഗമല്ല ക്രിസ്തീയ മാർഗം. പാപമോചനത്തിൻ്റെ ഉറപ്പും മോചനവും ലഭിക്കുന്ന മാർഗമാണ് ക്രിസ്തീയ മാർഗം. സൗജന്യമായി പാപമോചനം ലഭിക്കുന്ന മാർഗമാണ് ക്രിസ്തീയ മാർഗം. യാഗങ്ങളോ വഴിപാടുകളോ പുണ്യപ്രവൃത്തികളോ ഒന്നും ആവശ്യമില്ലാത്ത മാർഗമാണ്
പാപമോചനത്തിൻ്റെ ക്രിസ്തീയ മാർഗം. മനുഷ്യൻ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത മാർഗമാണ് ക്രിസ്തീയ മാർഗം. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ മാർഗം പാപമോചനം സൗജന്യമായി ലഭിക്കുന്ന ഒരു മാർഗമാണ് എന്ന നിലയിലാണ് വിശുദ്ധ ബൈബിൾ ക്രിസ്തീയ മാർഗത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാപമോചനം ക്രിസ്തീയ മാർഗം സൗജന്യമായി മനുഷ്യർക്ക് നൽകുമ്പോൾ ഈ പാപമോചനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? എന്തടിസ്ഥാനത്തിലാണ് ക്രിസ്തീയ മാർഗം മനുഷ്യന് പാപമോചനം നൽകുന്നത്? വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1:14 നാം വായിക്കുന്നു, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. എഫേസ്യർ 1:7 വാക്യത്തിൽ നാം വായിക്കുന്നു, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. 1 യോഹന്നാൻ 1:7 വാക്യത്തിൽ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 10:47 നമ്മൾ നേരത്തെ കണ്ടതാണ്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം നേടുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ നിന്നും നാം മനസ്സിലാക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലാണ് മനുഷ്യർക്ക് പാപമോചനം ദൈവം നൽകുന്നത്. പാപമോചനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ദൈവനീതിയുടെ മുൻപിൽ പാപിയായിരിക്കുന്ന മനുഷ്യൻ ശിക്ഷായോഗ്യനായിരിക്കുന്ന വ്യക്തിയാണ്. പാപിക്ക് ക്ഷമ കൊടുക്കുന്നത് ദൈവ കരുണയുടെ ലക്ഷണമാണ്. എങ്കിലും ദൈവത്തിൻ്റെ നീതിയെ അവഗണിച്ച് ദൈവം കരുണ കാണിക്കുകയില്ല. ഇവിടെ ഗൗരവതരമായിരിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. നീതി മാത്രം നടന്നാൽ ദൈവ മുമ്പിൽ കരുണയ്ക്ക് സ്ഥാനമില്ല. കരുണ മാത്രം കാണിച്ചാൽ ദൈവിക നീതി നിറവേറുകയുമില്ല. കരുണ കാണിക്കുകയും നീതി നിറവേറുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതെങ്ങനെയാണ് സാധിക്കുക? വളരെ ഗുരുതരവും അതിഗഹനവുമായ ഈ പ്രശ്നത്തിന് ദൈവം കണ്ട മാർഗമാണ് കാൽവരിയിലെ ക്രൂശ്, അഥവാ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ ബലിമരണം. ക്രൂശിലെ മരണത്താൽ പാപിയായിരിക്കുന്ന മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ നീതിയും കരുണയും കാൽവരിയിലെ ക്രൂശിൽ ദൈവം നിറവേറ്റി. നീതിമാനായിരിക്കുന്ന ദൈവം പാപിയെ ശിക്ഷിക്കുന്നു. മാത്രമല്ല, കരുണാസമ്പന്നനായിരിക്കുന്ന ദൈവം പാപിയെ രക്ഷിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും കാൽവരിയിലെ ക്രൂശിൽ നിറവേറുകയാണ്. പാപിയുടെ സ്ഥാനം യേശുക്രിസ്തു ഏറ്റെടുത്തു. ക്രൂശിൽ മരിച്ച് നീതി നടപ്പാക്കി. ശിക്ഷയിൽ നിന്ന് വിടുവിച്ച് സ്വർഗത്തിലെ ദൈവം പാപിയോട് കരുണ കാണിക്കുന്നു. ദൈവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപമോചനം നൽകുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുന്നത്. പാപമോചനത്തിൻ്റെ അടിസ്ഥാനം മതകർമ്മങ്ങളല്ല, മനുഷ്യൻ്റെ നന്മപ്രവർത്തികളല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ കുരിശുമരണമാണ്. യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം പാപിയെ രക്ഷിക്കുന്നു, പാപമോചനം പാപികൾക്ക് നൽകുന്നു എന്നാണ് തിരുവെഴുത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പാപമോചനത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഏതെല്ലാം പാപമാണ് ക്ഷമിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ സകല പാപവും ക്ഷമിക്കപ്പെടുന്നു. അവൻ്റെ യാഗമരണത്താൽ ക്ഷമിക്കപ്പെടാത്ത മനുഷ്യൻ്റെ ഒരു പാപവും ഇല്ല. മനുഷ്യൻ്റെ പാപത്തിൽ ക്ഷമിക്കപ്പെടാത്ത ഏക പാപം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്തെ നിഷേധിക്കുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്തെ നിഷേധിച്ചാൽ മനുഷ്യൻ്റെ പാപത്തെ ക്ഷമിക്കുവാൻ ദൈവത്തിന് മറ്റൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ്റെ സകല പാപങ്ങളും സ്വർഗത്തിലെ വലിയവനായ ദൈവം ക്ഷമിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതുവരെയുള്ള പാപങ്ങളാണോ ക്ഷമിക്കപ്പെടുന്നത് എന്ന ചോദ്യം ന്യായമാണ്. എന്നാൽ അതിനുള്ള ഉത്തരം അല്ല. മനുഷ്യൻ്റെ ഭൂതം, ഭാവി, വർത്തമാന കാലങ്ങളിലുള്ള എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും. കാരണം നമ്മുടെ മുഴുവൻ പാപത്തിനുള്ള പരിഹാരമാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശിലുള്ളതായിരിക്കുന്ന ഏക യാഗം എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്ന സത്യം. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് വർത്തമാനകാലത്തിലും ഭാവിയിലും പാപം ചെയ്യാമെന്നാണോ ഇതിനർത്ഥം? ഒരിക്കലുമല്ല. അതിനർത്ഥം പാപം ചെയ്യാമെന്നല്ല. പാപം ചെയ്തു പോയാൽ അതിനുള്ള മോചനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗമരണം മാത്രമാണ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പാപമോചനം സൗജന്യമായതുകൊണ്ട് ഇനി പാപം ചെയ്യാമെന്ന് യാതൊരർത്ഥവുമില്ല. ചിലർ അങ്ങനെ പറയാറുണ്ട്.
എന്നാൽ അതിന് അങ്ങനെ യാതൊരു അർത്ഥവുമില്ല. അത് താനായിരിക്കുന്ന പാപത്തിൻ്റെ ഭയങ്കരത്വവും അതിൻ്റെ ഗൗരവവും അതിൻ്റെ സ്ഥിതിയും മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള ഒരു ചോദ്യം മാത്രമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നീട് പാപം ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്ന ചോദ്യം. വർഷങ്ങളായിട്ട് ജയിലിൽ കിടന്ന് കഷ്ടവും അടിമത്വവും അനുഭവിച്ച് സ്വസ്ഥതയും സമാധാനവുമില്ലാതെ ജീവിച്ച ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ വന്ന് സൗജന്യമായി അവനെ സ്വതന്ത്രനാക്കിയാൽ, സ്വതന്ത്രനാക്കപ്പെട്ട വ്യക്തി ഇനിയും എനിക്ക് പഴയതുപോലെ തന്നെ എന്തും ചെയ്യാമല്ലോ എന്ന് ഒരിക്കലും ചിന്തിക്കുകയില്ല. ജയിലിൽ പോകാൻ ഇടയാക്കുന്ന യാതൊരു പ്രവൃത്തിയും ഇനി അവൻ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം അവനെ സംബന്ധിച്ച് അവനായിരുന്ന സ്ഥാനത്ത് അവൻ അനുഭവിച്ച സ്ഥിതിയും കഷ്ടതയും അവന് നല്ലവണ്ണം ബോധ്യമുണ്ട്. അതിൽ നിന്ന് ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ അവൻ തുടരുവാനായിട്ട് ആഗ്രഹിക്കും. ഒരിക്കൽ ഒരടിമയെ ഒരാൾ വില കൊടുത്ത് സ്വതന്ത്രനായി വിട്ടയച്ചപ്പോൾ, എന്നെ ഇത്രമാത്രം സ്നേഹിച്ച് ഇത്രമാത്രം എനിക്ക് വേണ്ടി വില കൊടുത്ത് എന്നെ സ്വതന്ത്രനാക്കിയ അങ്ങയുടെ അടിമയായി ഞാനിനി എല്ലാ കാലവും ഇരുന്നു കൊള്ളാം എന്ന് പറഞ്ഞ ഒരു കഥ കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്ത് അതിൻ്റെ പരിഹാരം വരുത്തി പാപത്തിൽ നിന്നും അതിൻ്റെ ശിക്ഷയിൽ നിന്നും നമ്മെ സ്വതന്ത്രനാക്കിയെങ്കിൽ ഇനി നമുക്ക് ആ പാപത്തിൻ്റെ ഭയങ്കരമായ അനുഭവത്തിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് കഴിയുകയില്ല. നമ്മെ സ്വതന്ത്രനാക്കിയ കർത്താവായ യേശുക്രിസ്തുവിന് അടിമയായി ജീവിതകാലം മുഴുവൻ ജീവിക്കുവാനുള്ള ആ ഒരു താല്പര്യവും സമർപ്പണവുമായിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകുക. കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരുടെ പാപം സൗജന്യമായി ഏവർക്കും സകലതും എന്നേക്കുമായി സന്തോഷത്തോടെ സ്വർഗത്തിലെ ദൈവം ക്ഷമിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്ന സുവിശേഷം എന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, 80 വയസ്സുള്ള ഒരു മനുഷ്യൻ 80ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെടുന്നു എന്ന് വിശ്വസിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് കരുതുക. ആ വിശ്വസിക്കുന്ന നിമിഷം അവൻ 80 വയസ്സ് വരെ ചെയ്ത സകല പാപങ്ങളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൗജന്യമായി ദൈവം ക്ഷമിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 5-10 വർഷക്കാലം ഇരുട്ടായി കിടന്ന ഒരു മുറിയിലെ ഇരുട്ട് പോകുവാൻ ഒരു തിരി കത്തിക്കുന്ന നിമിഷം മതി. അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിഷം വിശ്വസിക്കുന്ന പാപിയുടെ സകല പാപങ്ങളും കഴിഞ്ഞകാല സകല പാപങ്ങളും സമ്പൂർണമായി മോചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പാപം മോചിക്കാനുള്ള മനുഷ്യൻ്റെ എല്ലാ പാഴ്വേലയും ഒരർത്ഥത്തിൽ അസ്ഥാനത്താണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ സകല പാപങ്ങളും ക്ഷമിക്കപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും പാപം മോചിക്കാനുള്ള മനുഷ്യൻ്റെ എല്ലാ പാഴ്വേലയും നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. പാപങ്ങൾ മോചിക്കാൻ ഒരു നാളും കഴിയാത്ത ബലികളും കർമ്മങ്ങളും എന്തിനാണ് തുടർന്ന് ചെയ്യുന്നത് എന്ന് ന്യായമായും ചോദിക്കേണ്ടതായിരിക്കുന്നൊരു ചോദ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിൽ വിശ്വസിക്കുന്ന പാപിയുടെ പാപം സൗജന്യമായി ദൈവം ക്ഷമിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഇനി മനുഷ്യൻ മതപരമായി ചെയ്യുന്ന പാപമോചനത്തിനാവശ്യമായിരിക്കുന്ന യാതൊരു കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ബൈബിൾ നമുക്ക് നൽകുന്നതായ ഉറപ്പ്. ഒരു പണം മുടക്കുമില്ലാതെ അധ്വാനവുമില്ലാതെ എത്ര വലിയ പാപവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ ദൈവം ക്ഷമിച്ചു കൊടുക്കുന്നു. ഈ പാപമോചനം നമുക്ക് ലഭിക്കുവാനുള്ള വ്യവസ്ഥ വിശുദ്ധ ബൈബിൾ പറയുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഏവനും എന്നതാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് പാപമോചനം ലഭിക്കുന്നത്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവനിലുള്ള ആശ്രയമാണ് യഥാർത്ഥത്തിൽ ഈ വിശ്വാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യേശുവിൽ മാത്രം രക്ഷയ്ക്കായി ആശ്രയിക്കുക, മറ്റൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. മറ്റെന്തെങ്കിലും ഇതിനോട് കൂട്ടിച്ചേർക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ ബലിമരണം പാപമോചനത്തിന് പര്യാപ്തമല്ലെന്നോ അത് ഞാൻ അംഗീകരിക്കുന്നില്ല എന്നോ ആണ് അതിൻ്റെ അർത്ഥം. കർത്താവായ യേശുക്രിസ്തുവിൽ വ്യക്തിപരമായി വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി ദൈവം പാപമോചനം നൽകുന്നു. വിശ്വസിക്കുക മാത്രം ചെയ്യുക, അതാണ് രക്ഷയ്ക്കുള്ള ഏക മാർഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് പാപിയായിരിക്കുന്ന മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ, കർത്താവായ യേശുവേ, ഞാൻ പാപിയായിരിക്കുന്നൊരു മനുഷ്യനാണ്, എൻ്റെ പാപത്തിനുള്ള പരിഹാരം
കാൽവരിയിലെ ക്രൂശിൽ അവിടുന്ന് നിവർത്തിച്ചു. അങ്ങയെ ഞാൻ എൻ്റെ രക്ഷകനായി കർത്താവായി ഹൃദയത്തിൽ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയുടെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയുടെ പാപം സൗജന്യമായി ക്ഷമിച്ചു കൊടുക്കുന്നു. അങ്ങനെ പാപക്ഷമ പ്രാപിച്ചതിൻ്റെ ഫലമായി പാപമോചനം ലഭിച്ചവർക്ക് പാപത്തോടുള്ള വെറുപ്പും വിശുദ്ധിയോടുള്ള സ്നേഹവും വാഞ്ചയും സ്വാഭാവികമായും അവരുടെ ഹൃദയത്തിലുണ്ടാകുകയാണ് ചെയ്യുന്നത്. ഒരു അപകടത്തിൽ നിന്നോ രോഗത്തിൽ നിന്നോ രക്ഷപ്പെട്ട മനുഷ്യൻ വീണ്ടും അത്തരം അപകടം ഉണ്ടാകാതെയും രോഗം വരാതെയും പരമാവധി ശ്രമിക്കും. അതുതന്നെയാണ് പാപമോചനം കിട്ടിയ വ്യക്തികളുടെയും മനോഭാവം. കാരണം ആ മനുഷ്യൻ പാപം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് പാപത്തിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി അതിലേക്ക് അവർ പോകുവാൻ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. പാപമോചനം ലഭിക്കാത്തവർ പാപത്തിൻ്റെ ഭയങ്കരത്വവും വിടുതലിൻ്റെ സന്തോഷവും യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. വെള്ളത്തിനടിയിൽ കിടക്കുന്ന മനുഷ്യന് തൻ്റെ മുകളിലുള്ള വെള്ളത്തിൻ്റെ ഭാരം മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ പാപത്തിൽ അടിമയായി ജീവിക്കുന്ന മനുഷ്യന് അതിൻ്റെ ഭയാനകത്വം മനസ്സിലാകുകയില്ല. ജന്മനാ അന്ധനായ മനുഷ്യന് കണ്ണിന് കാഴ്ച ലഭിക്കുമ്പോൾ മാത്രമേ താൻ എത്രമാത്രം ഇരുട്ടിലായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാകുകയുള്ളൂ. അതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം ലഭിച്ചതായിരിക്കുന്ന അതിൻ്റെ ഫലം യഥാർത്ഥത്തിൽ പാപത്തോടുള്ള വെറുപ്പും പാപത്തെ വിട്ടകന്ന് ജീവിക്കാനുള്ള വാഞ്ചയും ഹൃദയത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പാപം ചെയ്യുവാനുള്ളതായിരിക്കുന്ന യാതൊരു താല്പര്യവും അങ്ങനെയുള്ള മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാകുകയില്ല. അതുപോലെ പാപമോചനം പ്രാപിച്ചവൻ ഇനി പാപത്തെ ഒരിക്കലും സ്നേഹിക്കുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വ്യക്തിപരമായി വിശ്വസിച്ച് നിങ്ങൾ പാപമോചനം നേടിയിട്ടില്ല എങ്കിൽ യേശുക്രിസ്തുവിൽ ഇന്ന് തന്നെ വിശ്വസിക്കുക. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവൻ്റെ പാപപരിഹാര ബലിയുടെ അടിസ്ഥാനത്തിൽ സൗജന്യമായി പാപമോചനം നേടുക. അതിനായി വലിയവനായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. രാവേറെ വീശിയൻ വലയുമായി ക്ലേശമേറി നിന്നിടും നിരാശയിൽ, രാവേറെ വീശിയൻ വലയുമായി ക്ലേശമേറി നിന്നിടും നിരാശയിൽ, പുലരും നേരം പെരുമീനുകളാൽ മലകൾ നിറയ്ക്കാൻ യേശു വന്നിടും. പുലരും നേരം പെരുമീനുകളാൽ മലകൾ നിറയ്ക്കാൻ യേശു വന്നിടും. ജീവിത തോണിയിൽ അമരത്തിരിക്കുവാൻ ജീവന്റെ നാഥനാം യേശുവുണ്ടെങ്കിൽ ആഴിയിനോളങ്ങൾ സാരമില്ല, തീരത്തണച്ചിടും ആ നല്ല നാഥൻ. ആഴിയിനോളങ്ങൾ സാരമില്ല, തീരത്തണച്ചിടും ആ നല്ല നാഥൻ. കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിക്കുകയും വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. എന്താണ് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം? പണമാണ് മനുഷ്യൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ രോഗങ്ങളാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, ബന്ധങ്ങളാണ്, ഇതൊക്കെയാണ് നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് പൊതുവെ ആളുകൾ ചിന്തിക്കുന്നത്. എന്നാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യൻ്റെ പാപമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പാപത്തിന് ശാശ്വതമായിരിക്കുന്ന പരിഹാരം വരുത്താതെ നമുക്കൊരിക്കലും സമാധാനപരമായി ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. പാപത്തിന് പരിഹാരം വരാതെ നമുക്കാർക്കും സ്വർഗരാജ്യം അവകാശമാക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന സത്യമാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറഞ്ഞതുപോലെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം മാത്രമാണ് നമ്മുടെ പാപത്തിന് ശാശ്വതമായിരിക്കുന്ന പരിഹാരം വരുത്തുന്നത്. കാരണം മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം ഒരുക്കിയതായിരിക്കുന്ന രക്ഷാകര പദ്ധതിയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം. പാപത്തിന് ശമ്പളമായിരിക്കുന്ന മരണമെന്ന ശിക്ഷയ്ക്ക് യോഗ്യനാണ് മനുഷ്യൻ. എന്നാൽ ദൈവത്തിൻ്റെ കൃപാവരമോ ദൈവത്തിൻ്റെ സ്നേഹമോ അതേ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ നമുക്ക് നിത്യജീവൻ തന്നെയാണ്.
കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്ന് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ തൻ്റെ ശരീരത്തെ ഒരു പ്രായശ്ചിത്ത യാഗമായി, ഒരു പാപപരിഹാര ബലിയായി സമർപ്പിച്ചു എന്നുള്ളത് നമുക്കുള്ള രക്ഷയുടെ വലിയ മാർഗമാണ്. നമ്മെ നീതീകരിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളല്ല, നമ്മുടെ പണമോ സ്വാധീനമോ പാരമ്പര്യങ്ങളോ അല്ല, മറിച്ച് പ്രവൃത്തി കൂടാതെയാണ് ദൈവം മനുഷ്യന് നീതി കണക്കിടുന്നത്. അത് വിശ്വാസത്താൽ മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ കേൾക്കുന്ന പ്രിയ സ്നേഹിതരോട് ഞങ്ങൾ പറയട്ടെ, അത് ദൈവമുമ്പാകെ ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുക. കർത്താവ്, ഞാനൊരു പാപിയാണ്. മാത്രമല്ല ആ പാപങ്ങളെ ദൈവമുമ്പാകെ ഏറ്റുപറഞ്ഞ് ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ, അതേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്വീകരിക്കുന്ന നിമിഷം നമുക്ക് ദൈവമക്കളായി തീരുവാനായിട്ട് സാധിക്കും. ആ വിശ്വാസം ദൈവമുമ്പാകെ നമുക്ക് രക്ഷയ്ക്ക് കാരണമായി തീരും. നാം സ്വർഗത്തിൻ്റെ അവകാശികളായിട്ട് തീരും. നാം പ്രത്യാശയുള്ളവരായിട്ട് തീരും. നാം സമാധാനം അനുഭവിക്കുന്നവരായിട്ട് തീരും. ഈ സമാധാനത്തിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന പ്രഭുവായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, ഈ വചന സന്ദേശത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ സമാധാനത്തിന് കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിച്ചെങ്കിലേ അതിന് സാധിക്കുകയുള്ളൂ എന്നാണല്ലോ ഞങ്ങളെ കേൾപ്പിച്ചത്. ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ട്, വീഴ്ചകളുണ്ട്, തകർച്ചകളുണ്ട് കർത്താവെ. എന്നാൽ ഞങ്ങളുടെ പാപങ്ങളെ ദൈവമുമ്പാകെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ഒരുക്കിയതായിരിക്കും രക്ഷാകര പദ്ധതിയിൽ വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് രക്ഷയുണ്ട് എന്നാണ് ഞങ്ങൾ കേട്ടത്. അതെ, ഞങ്ങളുടെ കേൾവിക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഈ കർത്താവിനെ സ്വീകരിക്കുവാൻ, ഹൃദയങ്ങളെ തുറക്കുവാൻ, കണ്ണുനീരോടെ പാപങ്ങൾ ഏറ്റുപറയുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൻ്റെ വ്യർത്ഥമായിരിക്കുന്ന പാരമ്പര്യങ്ങളിലും പ്രവൃത്തികളിലും കുദാശകളിലും പ്രാർത്ഥനകളിലും ആശ്രയിച്ച് ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയാതെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ, അങ്ങയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വചനം മഴയായി പെയ്തിറങ്ങും, സത്യം മലരായി ഇതവിടത്തും. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ.